ഹലോ, കുറേ ദിവസങ്ങൾക്ക് ശേഷം ഞങ്ങളൊന്ന് പുറത്തിറങ്ങിയതാണ് കേട്ടോ. ഞാനാണ് തീരെ പുറത്തിറങ്ങാത്തത്. മനോട്ടനും കുട്ടിയും കൂടെ ഇടയ്ക്കൊക്കെ ഒന്നും പുറത്തേക്ക് ഇറങ്ങാറുണ്ട് കേട്ടോ, കടയിൽ പോകാനൊക്കെ. ചൂടായത് കാരണം എനിക്ക് പുറത്തിറങ്ങാനേ തോന്നാറില്ല. ഇപ്പോൾ പിന്നെ ഇവിടെ മാറ്റം തുടങ്ങിയത് കാരണം അതിൻ്റെ കുറച്ച് എന്തെങ്കിലും കാണലെന്ന് വെച്ചിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ പോണ പോക്കിൽ 2 കുതിരയെ കണ്ടു. കുതിരകളാണെങ്കിൽ ഭയങ്കര അലമ്പന്മാരായിരുന്നു. അവർ ഭയങ്കര ടെററായിരുന്നു കേട്ടോ. ഇവനാണെന്ന് വെച്ചാൽ കരച്ചിൽ തുടങ്ങി. അതിന് തൊടണം പിടിക്കണം എന്നൊക്കെ പറഞ്ഞ് ഇവൻ്റെ കയ്യിൽ സ്നാക്സ് ഉണ്ടായിരുന്നു, അത് അതിന് കഴിക്കാൻ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് പോണ പോക്കിൽ ഞങ്ങൾ കുറച്ച് മാറ്റം കണ്ടു. يا ابو فاضل بعد الوقت يا ابو فاضل تاخذ صورة قمر خلى عين وجفه تطيح. പിന്നെ ഞങ്ങൾ നേരെ പോയതൊരു വാച്ച് വാങ്ങിക്കാനാണ് കേട്ടോ. രുദ്രനൊരു വാച്ച് മേടിക്കണമായിരുന്നു. അങ്ങനെ ഞങ്ങൾ നെസ്റ്റോയിൽ പോയിട്ട് ഞങ്ങൾ ചെറിയൊരു വാച്ച് വാങ്ങിച്ചു കേട്ടോ. പിന്നെ ചെറിയ സ്നാക്സ് എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഒരു ഷവർമ കഴിക്കാൻ പോയി. അങ്ങനെ ഞങ്ങളുടെ രാത്രിയിലെ ഡിന്നർ ഞങ്ങൾ അതിൽ ഒതുക്കിയിട്ടാണ്. പിന്നെ ഞങ്ങൾ രണ്ടുപേരും ഷവർമ കഴിക്കുന്ന ഒരുത്തൻ അവിടെ ഇരുന്നിട്ട് അത് ജീരകമിഠായിയാണ് കേട്ടോ കഴിക്കുന്നത്. അവന് അവിടെ റിസപ്ഷനിൽ ജീരകമിഠായി കണ്ടപ്പോൾ പിന്നെ അവൻ അതന്നെ വേണം. കുറേ എടുത്ത് കഴിച്ച് അവിടെയൊക്കെ കളഞ്ഞു. ആകെ മൊത്തം നല്ല രസമായിരുന്നു. എന്തായാലും അവൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു ജീരകമിഠായിൽ. ലാസ്റ്റ് പോരാ നേരത്തെ പിന്നെ ഞാൻ എല്ലാം കൂടെ വാരിപ്പെറുക്കി ഡസ്റ്റ്ബിനിലിട്ടു. പിന്നെ വരണ വഴി ഒരു ചെറിയ ഷോപ്പ് ഉണ്ടായിരുന്നു. അതിൽ നിറയെ ബേഡ്സും പിന്നെ നിറയെ പൂച്ചകളൊക്കെ ഉണ്ടായിരുന്നു, നല്ല ഭംഗിയുള്ളത്. അപ്പോൾ ഇവനത് കണ്ട്, ഇവൻ്റെ കണ്ണിലാണെങ്കിൽ എല്ലാം കാണും. അങ്ങനെ അതും കാണിച്ചു കൊടുത്തിട്ട് പിന്നെ ഞങ്ങൾ തിരിച്ചു വന്നു. يلا عمي ونون زينب يا عباس يا عباس اوصيك بدي تكون بالعيون ضعنتك يا عباس يا عباس هلا هلا بدي تكون بالعيون. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ. പിന്നെ കുറേ ദിവസമായി ഞാൻ വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ ഇങ്ങനെ ചുമ്മാ ഇരിക്കുന്ന സമയത്ത് തോന്നുന്നതാണ് കേട്ടോ. എന്നുവെച്ചാൽ ഇത് കണ്ടിന്യൂസ് ഉണ്ടാവുമൊന്നുമില്ല. എനിക്ക് തോന്നുമ്പോൾ ജസ്റ്റ് ഒരു മെമ്മറി അല്ലേ ഇതൊക്കെ. അപ്പോൾ ഞാൻ അങ്ങനെ എടുത്ത് വയ്ക്കാം എന്താണ്. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നത് വരെ ടാറ്റ ബൈ ബൈ. ചിലപ്പോൾ അടുത്ത വർഷം കണ്ടോ ആയിരിക്കും കേട്ടോ. ഞാൻ കുറേ കാലമായി വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ കാണുന്നവരൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് നന്നായിരിക്കും കേട്ടോ. പിന്നെ എനിക്ക് വീണ്ടും വീഡിയോ ഇടാനുള്ള ഒരു ത്വര വന്നാലും